ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സർവേശ്വരൻ കടാക്ഷിച്ച നല്ല കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി അനിഷ്ട സംഭവങ്ങളുടെ പിൻപിലുള്ള നർമ്മപ്രധാനമായ സത്യമെന്തെന്ന് വാർത്തകളിലൂടെയും മറ്റ് ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്നുണ്ട്. ഈ ലോകത്തിൽ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. യൗവനക്കാരികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ശ്രേഷ്ഠകരമാകുന്ന സന്ദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് ആശ്വാസവും ആ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുത്തുവാൻ കഴിയുന്ന ഒരു നല്ല സന്ദേശമാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് യൗവനക്കാരികളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മാതാപിതാക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ, സഹോദരിയെ തിരിച്ചറിയുവാൻ കഴിയാതെ, അമ്മപെങ്ങന്മാരെ തിരിച്ചറിയുവാൻ കഴിയാതെ അവരുടേതായ ലഹരിയുടെ ഉപയോഗം മുഖാന്തരം അതിൻ്റെ ആസക്തിയിൽ പലതും മറന്നുപോയി അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം പാർക്കുന്നത്. ഇന്ന് പകൽ ഇവിടെ നിന്നുകൊണ്ട് ധൈര്യത്തോടെ ഉച്ചസ്വരത്തിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ഞങ്ങളും അതേപോലുള്ള യൗവനക്കാരാണ്. എന്നാൽ മദ്യമോ മയക്കുമരുന്നോ ഞങ്ങളെ ലേശാതെ, അതിലേക്ക് ഞങ്ങളെ ചായ്ക്കാതെ ഞങ്ങളെ ഇത്രത്തോളം നിർത്തിയതിൻ്റെ നർമ്മപ്രധാനമായ സത്യം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞ ഒരു സത്യ വെളിച്ചത്തെ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുവാൻ ഞങ്ങൾ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ കുലശ്ശേരി ജംഗ്ഷനിൽ കടന്നു വന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു പദം ഇപ്രകാരം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധയിൽ പെടുവാനിടയായി. നാം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം, നമ്മുടെ ഉറക്കം നമ്മെ ഉറങ്ങുവാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നമെന്നുള്ള ഒരു നല്ല പദം ഇവിടെ കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ തലമുറകൾ നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. പ്രിയ സുഹൃത്തെ, മാതാപിതാക്കളുടെ വളരെ പ്രധാനമായ ലക്ഷ്യമാണ് തലമുറകൾ നല്ല പാതയിൽ മുൻപോട്ട് പോകണമെന്ന്. തലമുറകളുടെ നല്ല പെരുമാറ്റവും നല്ല സ്വഭാവ രീതിയും അവരുടെ വിദ്യാഭ്യാസമൊക്കെ മാതാപിതാക്കളുടെ തലയെ ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ തകിടം മറിച്ചുകൊണ്ട്, അതിനെ ആ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട്, മാതാപിതാക്കളുടെ ഉറക്കത്തെ കെടുത്തിക്കൊണ്ട് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങളെ അതിൽ നിന്ന് വിമുക്തരാക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമുണ്ട് എങ്കിൽ അത് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയാണ് എന്ന് ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. സ്കൂളുകളിൽ, ക്യാമ്പസുകളിലൊക്കെ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ എതിരായുള്ള അതിന് നല്ല ബോധവൽക്കരണം നൽകിക്കൊണ്ട് കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന നല്ല സന്ദേശങ്ങൾ അധ്യാപകന്മാർ സ്കൂളുകളിലൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ തലമുറകൾ അത് അനുസരിക്കുവാൻ കഴിയാതെ, അതിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ കഴിയാതെ അവരെ മദ്യവും മയക്കുമരുന്നും അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ നിങ്ങളെ ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. 2024-25 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന ഒരു നല്ല നസ്രയനെ ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയ സുഹൃത്തെ, ഒന്ന് ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കളുടെ ജീവൻ നഷ്ടമായ താങ്കളുടെ ജീവൻ എവിടേക്ക് പോകുമെന്നുള്ള ഒരു ചിന്ത താങ്കളെ ഭരിക്കുന്നുണ്ടോ? ഏകദേശം ചില നിമിഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്ത് മരിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവരുടെയൊക്കെ നിത്യജീവൻ എവിടെയാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ ഒരുപക്ഷെ അവരുടെ കൈ മലർത്തുന്ന അനുഭവങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇന്ന് പകൽ ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയും, നല്ല നസ്രായനെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ, അതിനെ അനുസരിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു നല്ല നസ്രായനെയാണെന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് മുമ്പായി നല്ല ഗാനങ്ങളെ ആലപിച്ച